അല്ല, ഇത്രയും നല്ലൊരു പദ്ധതിയെ കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കാൻ എന്തായിരിക്കും കാരണം? എനിക്കത് CPIയുടെ നിർബന്ധം എന്ന് പറയുന്നു. പിന്നെ എന്തിനാ അവർ ഒപ്പിട്ടത്? ഈ ഒപ്പിട്ട സ്ഥിതിക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകണം. നമ്മുടെ കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഈ PM ശ്രീ പദ്ധതി ഈ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കടുത്ത എതിർപ്പിന് മുമ്പിൽ അത് പിൻവലിച്ചത്. അല്ല, പ്രധാനമന്ത്രി എന്ന് പറയുന്നതുകൊണ്ടാണ് എതിർപ്പെന്ന് പറയുന്നത്. ഞാനൊരു ചാനൽ ചർച്ചയിൽ ആ പാർട്ടിയുടെ യൂണിയൻ നേതാവോട് ചർച്ച പങ്കെടുത്തു. എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു. ഇയാൾ ഇങ്ങനെ അങ്ങ് സംസാരിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ പറയണേ? പ്രൈം മിനിസ്റ്ററുടെ പേരാണ് നിങ്ങൾക്ക് പ്രശ്നം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിച്ച ജോലി ചെയ്തൊരു രാജ്യത്തെ അനുഭവം പറയാം. അമേരിക്ക, ദ വെൽ അഡ്വാൻസ്ഡ് കൺട്രി. ആ രാജ്യത്ത് ഒബാമ കെയർ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ഒബാമ പ്രസിഡന്റായപ്പോൾ ആരെങ്കിലും എതിർത്തു? പക്ഷെ ഇതിന്റെ പേര് മോദി എന്നില്ല. ഇല്ല, മോദി പേര് എഴുതി വെക്കണ്ട. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ്? BJP സർക്കാർ കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് ഈ എതിർപ്പ്. പക്ഷെ ആ എതിർപ്പ് കൊണ്ട് ഉള്ള കോൺസിക്വൻസ് എന്താ? നമ്മുടെ കുട്ടികൾ പിന്നെ പുറകോട്ട് പോവുക. നമ്മൾ വളരെ വൈകി. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ഉത്തരേന്ത്യ യാത്ര ചെയ്യുന്ന ആളാണ്. എൻ്റെ ഒരു കസിൻ ബ്രദർ അവിടെ 3-4 സ്കൂളുകൾ റൺ ചെയ്യുന്ന ആളാണ്. ഞാനും എൻ്റെ ഈ കസിനുമായിട്ട് ഞാൻ 2013 തോന്നുന്നു അലഹബാദ് കുംഭമേളയ്ക്ക് വരെ പോയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യ വൈഡായിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു 10-30 വർഷം മുമ്പുള്ള നോർത്ത് ഇന്ത്യയും 1 വർഷം മുമ്പുള്ള നോർത്ത് ഇന്ത്യയിൽ ഞാൻ വിസിബിളായിട്ട് എൻ്റെ കണ്ണിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഡെവലപ്മെൻറ്റ്സ്. കഴിഞ്ഞ ഒരു 11 വർഷം കൊണ്ട് ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എങ്ങനെയാണ് വികസിച്ചെന്നുള്ളവരും ഈ എതിർക്കുന്നവരൊന്ന് നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയി കണ്ടാൽ മതി. ലോകത്തിൽ ഇത്ര മനോഹരമായ റോഡുകളില്ല, പ്രൊഡക്റ്റീവ് സെഗ്മെൻറ്റുകൾ. അതൊന്നും കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാതെ കണ്ട് BJP ശത്രുത പറഞ്ഞുകൊണ്ട് ഭരണത്തിലേറാനായിട്ട് നടത്തുന്ന ഈ നാടകം ഒരു നാടിനെ വഞ്ചിക്കുക എന്നുള്ള ബോധ്യം വളരെ ഗ്രാജുവലായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കുറേ കാലമായിട്ടുണ്ട്. കാരണം ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ആളല്ലേ. നമ്മൾ കാഴ്ചകളിലൂടെയും കേട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ല കണ്ടറിയാന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ആത്മസുഹൃത്തുക്കൾ പലരോട് ഇത് പങ്കുവയ്ക്കാറുണ്ട്. അവരതൊക്കെ ശരിയാണെന്ന് പറയുന്നുണ്ട്. ഞാൻ സഞ്ചരിക്കുന്ന ഞാനിപ്പോൾ അങ്ങനെ വലിയ രാജ്യങ്ങളൊന്നും പോട്ടെ, എങ്കിലും അത്യാവശ്യം നാട്ടിലേക്ക് പോകുമ്പോൾ അവർ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പഴഞ്ചൻ ചിന്താഗതി നമ്മൾ മുന്നോട്ട് പോകുന്നത്? നമുക്ക് വരുന്നൊരു തലമുറ ഇവിടെയൊക്കെ അവിടെ നിന്നൊക്കെ പഠിക്കാൻ വരുന്ന കുട്ടികൾ വളരെ പുറകിലാണ്. അവർക്കൊരു ലാംഗ്വേജും ഇല്ല. കാര്യം അവൻ വലിയ മാസ്റ്റേഴ്സൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. ആ സമയം മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്നതൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, നല്ല ലാംഗ്വേജ് അവർ പിക്ക് ചെയ്യും. നമ്മുടെ കുട്ടികൾ പുറകെ പോകുന്നതിന് കാരണം ഇതാ, നമ്മൾ എന്തുകൊണ്ട് അഡ്വാൻസ്ഡ് ആകുന്നില്ല?